എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരൊക്കെ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും ഒന്നോരോളം മുർസലുകളും ഒക്കെ ഈ പ്രവാചകന്മാരെല്ലാം ഉണ്ടായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൂടുതൽ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 5 തവണ ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോ 4000 വർഷങ്ങൾക്കപ്പുറം ജനിച്ച് ജീവിച്ച് കടന്നുപോയൊരു പ്രവാചകനെ 5 വഖത്തിലായി 5 സമയങ്ങളിലായി ഒരു വിശ്വാസി നിസ്കരിക്കുമ്പോ ഒരു നിസ്കാരത്തിൽ തന്നെ 4 തവണ ആ പ്രവാചകന്റെ പേര് പറയാം. അങ്ങനെ 5 വഖത്ത് നിസ്കരിക്കുമ്പോ 20 പ്രാവശ്യം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര് ഉച്ചരിക്കുകയാണ്. സ്വലാത്ത് ഇബ്രാഹിമിയയിൽ 2 തവണ മുത്തുനബിയുടെ പേര് പറയുമ്പോ 2 തവണ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര് പറയുന്നുണ്ട്. കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. ഇബ്രാഹിമിയ സ്വലാത്ത് അത് നമ്മുടെ നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിസ്കാരത്തിൽ നിന്ന് മാത്രമല്ല, പല അമലുകളിലും, മയ്യിത്ത് നിസ്കാരത്തിലും അതുപോലെ പല അമലുകളിലും ആ ഇബ്രാഹിമിയ സ്വലാത്ത് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിന് ഈ 2 പ്രവാചകന്മാരെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഈ 2 പ്രവാചകന്മാരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബിയുടെയും നേതാവാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ മുഴുവൻ നേതാവാണ് സയ്യിദുൽ അംബിയാ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബി ഇബ്രാഹിം നബിയുടെയും നേതാവാകുമ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാണ്, ثم أوحينا إليك, നബിയെ അങ്ങയിലേക്ക് നാം ദിവ്യബോധനം നൽകുകയാണ്. أن اتبع ملة إبراهيم حنيفا, ഇബ്രാഹിം നബിയുടെ ചൊവ്വായ നേരായ പാതയെ, ആ ഇബ്രാഹിമി സരണിയെ അങ്ങ് അനുധാവനം ചെയ്യണേ. ഇബ്രാഹിം നബിയുടെയും കൂടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും കൃത്യമായ സരണിയായ സൽസരണിയായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തെ അങ്ങ് അനുധാവനം ചെയ്യണേ. അങ്ങ് ആ പ്രവാചകന്റെ അവിടുത്തെ മാർഗത്തെ പിന്തുടരണേ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബിയെ പിന്തുടരാൻ പറഞ്ഞത്? മാതൃകാപരമായ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാനുള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകാപരമായ സമർപ്പണ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാനുള്ളത് കൊണ്ടാണ് ഒരു റോൾ മോഡലായി സ്വീകരിക്കാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത് ഒരു പ്രസ്ഥാനമെന്നാണ്, ഒരു വ്യക്തിയല്ല. ഇബ്രാഹിം ഒരു പ്രസ്ഥാനമാണ്. സൂറത്തുൽ നഹലിന്റെ 120-ാമത്തെ ആയത്ത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കറകളഞ്ഞ ഏറ്റവും നല്ല ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ്. ഇബ്രാഹിം നബി എന്നൊരു വ്യക്തിയെ ഒരു പ്രസ്ഥാനമായി
പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ. അത്രയേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പവിത്രതയുണ്ടാകാനുള്ള കാരണം എന്താണ്? 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമിന് ഇബ്രാഹിം നബിയെ മറക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ, ഒരു വിശ്വാസി നിസ്കരിക്കുമ്പോൾ അവിടെയൊക്കെ ഇബ്രാഹിം നബിയെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓർമ്മകളിൽ ഇബ്രാഹിം ഇങ്ങനെ തുടിച്ചു നിൽക്കണം. ഒരിക്കലും മറക്കാൻ പറ്റുന്ന പേരല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും ആ ഇബ്രാഹിം നബിയുടെ സ്മരണകളായി വരക്കുകയാണ്. തവാഫ് അവിടുത്തെ സ്മരണയാണ്. സഅയ് ഇബ്രാഹിമി കുടുംബത്തിന്റെ സ്മരണയാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്, ബലികർമ്മം നടത്തുന്നത് ഇബ്രാഹിമി സ്മരണയാണ്. ജംറകളിൽ കല്ലെറിയുന്നത് ഇബ്രാഹിമി സ്മരണയാണ്. കഅബയും സംസമും സഫയും മർവയും മിനയും ജംറകളുമെല്ലാം ഇബ്രാഹിമി കുടുംബത്തിന്റെ ചരിത്രത്തിന്റെ ശേഷിപ്പുകളാണ്. ചരിത്ര ജീവിതത്തെ തുടിച്ചു നിൽക്കുന്നതാണ്, ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓരോ വർഷവും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഹാജിമാർ പുറപ്പെടുമ്പോ ഇബ്രാഹിമി കുടുംബത്തെ ലോകം ഓർക്കുകയാണ്. ഓരോ വർഷവും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കഅബാലയത്തിലേക്ക് പുറപ്പെടുമ്പോ ഇബ്രാഹിമി കുടുംബത്തെ അവർ സ്മരിക്കുകയാണ്. ലോകത്തിന്റെ ചരിത്രം തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പും ഇബ്രാഹിമിന് ശേഷവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൂത്ത മകൻ മഹാനായ ഇസ്മാഈൽ അലൈഹിസ്സലാം. ആ ഇസ്മാഈൽ നബിയുടെ പരമ്പരയിലൂടെയാണ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനാണ് നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാം. ആ ഇസ്ഹാഖ് നബിയിലൂടെയാണ് യാഖൂബ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രവാചകന്മാരിലൂടെ ബനൂ ഇസ്രായീലിൽ കടന്നു വരുന്നത്. ഇബ്രാഹിം നബി അത് ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മതവിശ്വാസികൾക്കും റോൾ മോഡലാണ്. ഇബ്രാഹിം നബി മുസ്ലിമീങ്ങൾക്കും അതാ യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കുമെല്ലാം പൂർവ്വപിതാവാണ്. അവർക്കെല്ലാം പ്രവാചകനാണ്. ബൈബിൾ അബ്രഹാം എന്ന് പരിചയപ്പെടുത്തുകയാണ്, അബ്രഹാം എന്ന് വിളിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ മതവിഭാഗങ്ങൾക്കെല്ലാം സുപരിചിതമായ നാമമാണ്. അവരെല്ലാം പൂർവ്വപിതാവായി അംഗീകരിച്ച നേതാവാണ് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ ചരിത്രം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കടുത്ത ത്യാഗത്തിന്റെ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടേത്. തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളുടെ പരമ്പരയാണ്. സർവ്വതും സർവശക്തനിൽ സമർപ്പിച്ചു. ജീവിതവും മരണവും സന്താനവും ഭാര്യമാരും എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. ഒന്നും അവിടുന്ന് ശങ്കിച്ചു നിൽക്കുന്നില്ല, ഒന്നിനും ഒരു വൈമനസ്യവും കാണിക്കുന്നില്ല. കൊടിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇബ്രാഹിം നബി പതറുന്നില്ല. അതെല്ലാം ത്യജിക്കുകയാണ്, സഹിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അത് കാരണമാണ് അല്ലാഹുവിന്റെ ആത്മമിത്രമെന്ന് അല്ലാഹു തആല തിരഞ്ഞെടുക്കാനുള്ള കാരണം. അത് മാത്രമാണ് ഇബ്രാഹിമിയ മാർഗം, മില്ലത്ത് ഇബ്രാഹിം. പ്രത്യേകമായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വാഴ്ത്തി പാടാനുള്ള കാരണം അതാണ്. 25 സൂറത്തുകളിലായി വിശുദ്ധ ഖുർആനിൽ 68 സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. 25 സൂറത്തുകളിൽ 68 പ്രാവശ്യം ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുക.